നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെന്ത് ചെയ്താലും ഈ പറഞ്ഞ പോലെ ഷുഗർ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും ശിക്ഷ കിട്ടാൻ ശിക്ഷിക്കപ്പെടും, പെടണമല്ലോ. നമ്മുടെ ഒരു അറിയപ്പെടുന്ന ഒരു ആളായിരുന്നല്ലോ ദിലീപ്. വിധിക്കനുസരിച്ച് അദ്ദേഹത്തോടുള്ളൊരു നിലപാട് അതിനനുസരിച്ച് ആൾക്കാർ എടുക്കട്ടെ. നെഗറ്റീവാണെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആർക്കാണ് അർഹതപ്പെട്ടവർക്ക് ശിക്ഷ കിട്ടട്ടെ. ദിലീപാണ് പ്രതിയെങ്കിൽ ദിലീപിന് അതിൻ്റെ ശിക്ഷ കിട്ടട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതി ആരാന്ന് അവർക്കാണ് ശരിക്കും ശിക്ഷ കിട്ടേണ്ടത്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകളും സമൂഹത്തിൽ പ്രമുഖരായതുകൊണ്ട് വിധി എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ബയാസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആവാതെ ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ. എത്ര വലിയ ഉന്നതരാണെങ്കിലും അതിൽ ജെന്യുവിനായിട്ടുള്ളൊരു വിധി വരട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ വിധി വരികയാണ് ഈ ഡിസംബർ 8-ന്. നമുക്കറിയാം നടൻ ദിലീപ് ഈ കേസിലെ 8ാം പ്രതിയാണ്. പൊതുജനങ്ങളോട് ചോദിക്കാം, ദിലീപ് ശിക്ഷിക്കപ്പെടുമോ അതോ ഇല്ലയോ എന്നുള്ളത്. അനുകൂലമായിട്ടുള്ള വിധി വരട്ടെ. അതായത് അതിൽ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തൊരു ആളാണ്. ഇപ്പോൾ ആക്ട്രസ് ആണെങ്കിലും ആരാണെങ്കിലും അവരൊരു സ്ത്രീയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് പിന്നെയും മുന്നോട്ട് വരാൻ മോട്ടിവേഷൻ ആയ ഒരാളാണ്. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകളും സമൂഹത്തിൽ പ്രമുഖരായതുകൊണ്ട് വിധി എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ബയാസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആവാതെ ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ. എത്ര വലിയ ഉന്നതരാണെങ്കിലും അതിൽ ജെന്യുവിനായിട്ടുള്ളൊരു വിധി വരട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്.